A+റൂമിലേക്ക് സ്വാഗതം. നമുക്കൊക്കെ ഭവന വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ ഭവന വായ്പ എടുക്കുമ്പോൾ തിരിച്ചടവിനെ കൂടി ഓർമ്മിച്ച് അതുകൂടി കണക്കാക്കി അതനുസരിച്ചിട്ടുള്ള ഭവന വായ്പയുടെ തുക നിശ്ചയിക്കുന്നത് പലരും ചെയ്യാറില്ല. പകരം ഒരു പോഷ് വീട് എങ്ങനെയെങ്കിലും നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമുക്ക് ശരിക്കും അഫോർഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ലോൺ എടുക്കുകയും പിന്നീട് തിരിച്ചടവ് മുടങ്ങി കഷ്ടപ്പെടുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ഈ ചാനലുമായി പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. അവർക്ക് ഈ ജപ്തി നോട്ടീസ് വന്നതിനെ തുടർന്നുള്ള നടപടികളെക്കുറിച്ച് അറിയുന്നതിനാണ് അവരൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വിവരങ്ങൾ വരാൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആമുഖമായി പറയേണ്ട ചില കാര്യങ്ങൾ പറയാം. ഇതൊരു ഈട് കൊടുക്കേണ്ടതില്ലാത്ത, സെക്യൂരിറ്റി കൊടുക്കേണ്ടതില്ലാത്ത ഒരു ഭവന വായ്പയാണ് എന്നുള്ളതാണ്. ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യവും വളരെ കുറച്ചു മതി എന്നുള്ളതും നമുക്ക് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. 20 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഭവന വായ്പയാണ്, ഈട് വേണ്ടതില്ല, അധികം ഡോക്യുമെൻറ്റേഷനും ഇല്ല എന്നുള്ളതാണ്. ഇടത്തരം വരുമാനക്കാരും താഴ്ന്ന വരുമാനക്കാരുമേ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ സീറോ കൊളാട്രൽ ഹൗസിംഗ് ലോൺ സ്കീം എന്ന ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ചില വിവരങ്ങൾ ഇപ്പോൾ പറയാം. ഇത് ഔദ്യോഗികമായി എന്നു മുതൽ നൽകി തുടങ്ങും എന്നുള്ള വിവരം ഇനി വരാൻ ഉണ്ട്. ഇത് ലോ ഇൻകം ഹൗസിങ്ങിനായിട്ടുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരൻറ്റി ഫണ്ട് സ്കീമിൽ ചില അമെൻമെൻറ്റൊക്കെ വരുത്തി ആ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഹൗസിംഗ് ലോൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രധാന ആകർഷണം ഞാൻ നേരത്തെ പറയുന്നത് വളരെ കുറച്ച് ഡോക്യുമെൻറ്റുകൾ മാത്രം നമുക്കിതിനകത്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. വായ്പകൾക്ക് 30 വർഷം വരെ തിരിച്ചടവ് കാലാവധി നൽകാനും ഉദ്ദേശിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പ്രപ്പോസൽ. ഇതിൻ്റെ മുഴുവൻ വിശദവിവരം വന്നാൽ അത് പിന്നീട് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം നൽകുകയും ചെയ്യും. നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം 8 ലക്ഷം രൂപ വരെയുള്ള ഹൗസിംഗ് ലോണിനാണ് ഈ ഗ്യാരൻറ്റി എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അർഹത ഉള്ളത്. വായ്പയ്ക്ക് ആവശ്യമായ രേഖകൾ നൽകാൻ കഴിയാത്തവരുടെ ഭവനം നിർമ്മാണമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. രേഖാമൂലമുള്ള വരുമാനമൊന്നുമില്ല, കുറഞ്ഞ അനുബന്ധ രേഖകൾ മാത്രമേ ഉള്ളൂ. ബാങ്കുകൾക്കാണെങ്കിൽ അനുബന്ധ രേഖകൾ പലതും നമ്മൾ നൽകേണ്ടി വരും. പ്രമാണം, മുൻ പ്രമാണം, അതുപോലുള്ള പല രേഖകളും ബാങ്കുകൾ നമ്മളോട് ആവശ്യപ്പെടും. അതിൻ്റെയൊക്കെ ഒരു സ്ട്രിക്റ്റ് സ്ക്രൂട്ടനൈസിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാങ്ക് അർഹതയുണ്ടെങ്കിൽ നമുക്ക് നൽകുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഇതിൻ്റെ യഥാർത്ഥ യോഗ്യത എന്ന് പറയുന്നത് വരുമാനം തുല്യമായ പ്രതിമാസ ഗഡു, അതുപോലെ അറ്റ പ്രതിമാസ വരുമാന അനുപാതം എന്ന് പറയുന്നതും കൂടി പരിശോധിച്ചിട്ട് ആ പാരാമീറ്ററുകൾ അനുസരിച്ചിട്ടാണ് ഈ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട നയം അഥവാ പോളിസി ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ധാരണകൾ ഉണ്ടാവുകയും അതനുസരിച്ച് എന്നു മുതൽ വായ്പ ലഭിക്കും എന്നുള്ള ഡേറ്റ് ഡിക്ലർ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് ഗ്യാരൻറ്റി സ്കീമിൽ തന്നെ ഉൾപ്പെടുത്തി തന്നെ നൽകും എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം 4 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, അതായത് EWS സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗമായി കണക്കാക്കുന്നു എന്നുള്ളതാണ്. വാർഷിക വരുമാനം 3 മുതൽ 6 ലക്ഷം രൂപ വരെയുള്ളവർ ഈ ലോ ഇൻകം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനും വാർഷിക വരുമാനം 6 മുതൽ 9 ലക്ഷം രൂപ വരെയുള്ളവരെ ഇടത്തരം വരുമാന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അനുസരിച്ചിട്ടുള്ള ഒരു ഭവന നിർമ്മാണ നയം ആയിരിക്കും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഇത് നേരത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ സൂചന നൽകിയിട്ടുള്ളതായിരുന്നു. ജൂലൈയിൽ നടന്ന കേന്ദ്ര ബജറ്റിലാണ് ആ സൂചന ഉണ്ടായിരുന്നത്. അതിൽ പിന്നോക്ക ലോ ഇൻകം കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭവന വായ്പ ക്രെഡിറ്റ് റിസ്ക് ഗ്യാരൻറ്റിയുടെ ആനുകൂല്യം
നൽകാനായി ഓഗസ്റ്റിൽ തന്നെ ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റിൻ്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും ഏതാണ്ട് 1000 കോടി രൂപയിൽ നിന്ന് 3000 കോടി രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചു കൊണ്ടുള്ള നീക്കം നടത്തുകയും ചെയ്തത് ഈ ഭവന വായ്പ സമ്പൂർണ്ണമായും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി ആയിരുന്നു. എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഈ ലോണിന് അപേക്ഷ നൽകി നമ്മുടെ കൈവശമുള്ള ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ തുക നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈട് നൽകേണ്ടതില്ല എന്നുള്ളതാണ് അടിവരയിട്ട് പറയേണ്ട കാര്യം. വിശദവിവരങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അത് വരുന്ന മുറയ്ക്ക് തീർച്ചയായും നിങ്ങളുമായി ഈ ചാനൽ അത് പങ്കുവെക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ പ്രധാന പദ്ധതികളെല്ലാം ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.